വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ദിസ് ചെൽസി സൈഡ് ലുക്സ് സ്കാരി. ഇവർ സൂപ്പറാണ് ഈ ഒരു ചെൽസി സൈഡ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു മാനേജറുടെ മേലിൽ, പ്ലെയേഴ്സിൻ്റെ മേലിലൊക്കെ. പക്ഷേ ആ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് അടിച്ചതോടെ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിലും അത് അങ്ങനെയാണ്. ഒരു ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ ടീമിലെ ഡൈനാമിക്സ്, ആ ടീമിനെ കുറിച്ചുള്ള ഒപ്പീനിയനൊക്കെ ടോട്ടലി ഒന്ന് മാറി മറിയും. ഓക്കെ, അപ്പോൾ അതാണ് ചെൽസിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർ കുറച്ച് സഫർ ചെയ്തു, പിന്നീട് നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ അവരുടെ സൈനിങ് ഒക്കെ സ്പോട്ട് ഓൺ ആണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന പ്ലെയർ ജോറൽ ഹാറ്റോ ലെഫ്റ്റ് ബാക്ക് ആയിട്ടും അതുപോലെ തന്നെ സെൻട്രൽ ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. വളരെ യങ് ആയിട്ടുള്ള പ്ലെയറാണ്. അയാക്സിൽ തൻ്റെ ക്വാളിറ്റി തെളിയിച്ചിട്ടുള്ള തരത്തിലുള്ള പ്ലെയറാണ്. വളരെ യങ് ആയിട്ടുള്ള പ്രായത്തിൽ തന്നെ ലൈംലൈറ്റിലേക്ക് വന്ന് അയാക്സിൻ്റെ ക്യാപ്റ്റൻ പാൻറ് അണിഞ്ഞ് ടീമിനെ ലീഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ അതൊരു ഹ്യൂജ് സൈനിങ് ആണ്. ഡിഫൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനിങ് ആണ് ജോറൽ ഹാറ്റോ എന്ന് പറയുന്നത്. അതിപ്പം സെൻട്രൽ ബാക്ക് റോൾ കളിക്കാനാണെങ്കിലും കുക്രോയ എന്ന് പറയുന്ന പ്ലെയർക്ക് റെസ്റ്റ് കൊടുക്കാനാണെങ്കിലും വളരെയധികം ഉപകാരപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ള സൈനിങ്ങുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിങ് ആണ് ജാവോ പെഡ്രോ. സൂപ്പർ സ്ട്രൈക്കറാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലാണ്. ഡീപ്പിലേക്കൊക്കെ വന്ന് കളിക്കാൻ പറ്റുന്ന എക്സലൻറ്റ് ടെക്നിക്കൽ ക്വാളിറ്റീസ് ഉള്ളൊരു പ്രൊഫൈലാണ് ജാവോ പെഡ്രോ എന്ന് പറയുന്നത്. ബ്രൈറ്റണിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവർ. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ജെയ്മി ഗിറ്റൻസിനെയാണ്, ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിൽ നിന്ന്. എനിക്ക് തോന്നുന്നൊരു 50 മില്യൺ എങ്ങാനും പാക്കേജാണത്. നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്, വളരെ യങ്ങാണ്. ബുണ്ടസ് ലീഗിൽ നന്നായിട്ട് കളിച്ചിട്ടുള്ള പ്ലെയറാണ്. ഇനി പ്രീമിയർ ലീഗിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എനിവേ എനിക്ക് തോന്നുന്നത് ക്ലിക്ക് ആവുന്നതാണ്. ആളുടെ ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ടീം ഫുള്ളി യങ്സ്റ്റേഴ്സാണ്. സോ ആ യങ്സ്റ്റേഴ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഈ ചെൽസിൻ്റെ ടോട്ടൽ പ്ലാനിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ ജെയ്മി ഗിറ്റൻസിനെ പോലത്തെ ഒരു പ്ലെയറിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, നന്നായിട്ട് വളരാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കീ ആയിട്ടുള്ള സൈനിങ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ സൈനിങ് വന്ന് ഞാൻ മറന്നു. ഈ മൂന്നുമാണ് എനിക്ക് ഏറ്റവും കീ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അവരുടെ മിഡ്ഫീൽഡിൽ ഗോൾ കീപ്പറായിട്ട് മൈക്ക് പെൻഡേഴ്സ് ഉണ്ട്. അപ്പം മൈക്ക് പെൻഡേഴ്സ് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്ന തരത്തിലുള്ള ഗോൾ കീപ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ റോബർട്ട് സാഞ്ചസ് ആ ഒരു ക്ലബ്ബ് വേൾഡ് ഫൈനലിലൊക്കെ നന്നായിട്ട് കളിച്ചു. എന്നാൽ തന്നെ സാഞ്ചസ് ഭയങ്കര കൺസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ അവിടെ മൈക്ക് പെൻഡേഴ്സിനെ കണ്ടുകൊണ്ടാണ് ഒരു ഗോൾ കീപ്പറിലേക്ക് ചെൽസി ഇൻവെസ്റ്റ് ചെയ്യാത്തത്. സോ മൈക്ക് പെൻഡേഴ്സ് ഫോമിലേക്ക് എത്തുക, അതുപോലെ തന്നെ സാഞ്ചസ് കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളത് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെന്താ പറയുക, പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. സെറ്റ് മിഡ്ഫീൽഡാണ്. ഇത് കായ്സോഡോ ആണെങ്കിലും എൻസോ ആണെങ്കിലും ഇനിയിപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ള ആൻഡ്രോസിനെ പോലത്തെ പ്ലെയർ ആണെങ്കിലും ഇപ്പോൾ മിഡ്ഫീൽഡിൽ 10 ആയിട്ട് കളിക്കുന്ന നമ്മുടെ പാമർ ആണെങ്കിലും ഇനി അവിടേക്ക് എന്തായാലും വരാൻ വേണ്ടി പോകുന്ന സാവി സിമ്മൺസിനെ വിട്ടുപോയത്. സിമ്മൺസിൻ്റെ ഡീൽ ഡണ്ണായി വരുന്നേ ഉള്ളൂ, പക്ഷെ അത് ഡണ്ണാവും, അതിൽ സംശയിക്കാനൊന്നുമില്ല. സാവി സിമ്മൺസും കൂടെ വരുന്നതോടെ അവർക്ക് നല്ല 2 സൂപ്പർ 10 കിട്ടുകയാണ്. ഒന്ന് പാമർ, പിന്നെ ഒന്ന് സിമ്മൺസ് കുറേ കൂടി വേഴ്സറ്റൈലാണ്, കുറച്ചുകൂടെ ഡീപ്പിലേക്കൊക്കെ വന്നിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. സോ ഇങ്ങനത്തെ 2 കൈൻഡ് ഓഫ് 10, 2 ഡിഫറെൻറ്റ് 10, 2 ഡൈനാമിക് 10 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എസ്പെഷ്യലി ഒരു ലോങ് സീസണിൽ. ഇപ്പോൾ പ്രീമിയർ ലീഗ് ഉണ്ട്, ഡൊമസ്റ്റിക് ഗെയിംസ് ഉണ്ട്, യൂറോപ്യൻ ഗെയിംസ് ഉണ്ട്. അതും അത്യാവശ്യം യങ്സ്റ്റേഴ്സിനെ ബിലീവ് ചെയ്തുള്ള ഒരു പ്രൊജക്റ്റിൽ ഈ യങ്സ്റ്റേഴ്സിനൊക്കെ സ്ഥാനം ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. പ്ലെയേഴ്സിനെ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ സാവി സിമ്മൺസ് ഒരു സൂപ്പർ സൈനിങ് ആണ്. നല്ല ഡെപ്താണ് സാവി സിമ്മൺസും കൂടെ വരുന്നതോടെ അവരുടെ മിഡ്ഫീൽഡിന് അവിടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ റോമിയോ ലാവിയൊക്കെ ഉണ്ട് അവിടെ, അങ്ങനത്തെ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ലാവിയൊക്കെ ഫിറ്റായി നിന്നാൽ സൂപ്പറാണ്. അതേപോലെ ഡിഫൻസിനെ കുറിച്ച് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട് അവിടെ. ഒരു സൂപ്പർ പ്ലെയർ ആയിട്ടുള്ള ഫൊഫാനയുണ്ട്. പക്ഷെ ഫൊഫാന ഈ പറഞ്ഞ പോലെ ലാവിയൻ്റെ പോലെയാണ്, 2 കളി കളിക്കും 10 കളി ഔട്ടാണ്. പക്ഷെ ഫോമായി നിന്ന് കഴിഞ്ഞാലോ അവർ ടോപ്പ് ക്ലാസ് ആണ്. അങ്ങനത്തെ ഒരു പ്രശ്നമാണുള്ളത്. പക്ഷെ ഇവരൊക്കെ കവച്ചു വെക്കാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക് ഫൊഫാനെ. എന്നിരുന്നാൽ പോലും അവരെ വിടവ് നികത്താൻ പറ്റുന്ന പ്ലെയേഴ്സ് അവിടെ ഉണ്ട്, ചെറുതായിട്ടെങ്കിലും വിടവ് നികത്താൻ വേണ്ടി പറ്റുന്ന. കോൾവില്ലാണെങ്കിലും ടോസിനൊക്കെ ആണെങ്കിലും ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്.
പിന്നെ ഫൈനൽ തേർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവിടേക്ക് പുതിയ സൈനിങ് ആയിട്ടുള്ള ഗിറ്റൻസ് വരുന്നു, ജാവോ പെഡ്രോ വരുന്നു, അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്ലെയർ ഇപ്പോൾ കെൻട്രി പായസ് ഈ സീസണിൽ തന്നെ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ വന്നിട്ട് ലോണിൽ പോകാനുള്ള സാധ്യത ഉണ്ട്. കെൻട്രി പായസ് ലോണിൽ പോകും. പക്ഷേ എസ്താവോ വില്യൻ ഉണ്ട്. എസ്താവോ വില്യൻ അറിയാലോ, സൂപ്പർ പ്ലെയർ ആണ്. ക്ലബ് വേൾഡ് കപ്പ് തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തിട്ടുള്ള പ്ലെയർ ആണ്. ആളെ ബ്രസീലിയൻ മെസ്സിന്നോ അങ്ങനെയൊക്കെ മെസ്സിഞ്ഞോ എന്നൊക്കെയാണ് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള, അത്രയും ക്വാളിറ്റി ഉള്ള ഒരു യങ്സ്റ്റർ അവിടെ ഉണ്ട്. സോ ചെൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യമുണ്ട്. എസ്പെഷ്യലി ആ ക്ലബ്ബ് വേൾഡ് കപ്പും കൂടെ അടിച്ചതോടെ. ആ ക്ലബ്ബ് വേൾഡ് കപ്പ് അടിച്ചില്ലെങ്കിൽ ഇവരിതാ വരുന്നു പോകുന്നു നമ്മൾ കണക്കൂട്ടുമായിരുന്നു. പക്ഷെ ആ ക്ലബ്ബ് വേൾഡ് കപ്പ് ചില്ലറ കാര്യമില്ല. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ക്ലബ്ബ് വേൾഡ് കപ്പ് ടൂർണമെന്റ് നടക്കുമ്പോൾ അത് ചെൽസി പോയിട്ട് അടിക്കുകയാണ്. അത് കൊടുക്കുന്ന ഒരു മെന്റൽ ബൂസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ ട്രോഫി വരെ അടിച്ചു. ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും ക്ലബ്ബ് വേൾഡ് കപ്പ് ആണെങ്കിലും യുഎഫ യൂറോപ്പ ലീഗ് ആണെങ്കിലും കോൺഫറൻസ് ലീഗ് ആണെങ്കിലും എല്ലാതും ഇവരടിച്ചു. സോ അത് കൊടുക്കുന്നൊരു പവർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. ആ പവറും വെച്ചൊക്കെ തന്നെയാണ് പ്ലേയേഴ്സ് കളിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. സോ ചെൽസി നമ്മൾ പേടിക്കേണ്ട ഒരു സൈഡാണ്. പൊട്ടൻഷ്യൽ പ്രീമിയർ ലീഗ് കണ്ടന്റേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണലി ഒരു സംശയമില്ല. ഇതിപ്പോൾ കഴിഞ്ഞ സീസണിൽ അവർ കുറച്ച് സമയം പ്രീമിയർ ലീഗിൽ ടോപ്പിലിരുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ താഴോട്ട് പോയി. അപ്പോൾ ടോപ്പിലിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ ചെൽസി ടീം ടോപ്പിലിരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അവരുടെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ടോപ്പ് നോച്ചാണ്. മിഡ്ഫീൽഡിലാണെങ്കിലും അതേപോലെ അറ്റാക്കിലൊക്കെ ആണെങ്കിൽ തന്നെ അവർക്കുള്ള പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി, വിങ് ബാക്സ് ഇപ്പോൾ റീസ് ഫിറ്റായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ കുക്കുറ എന്ന് പറയുന്നത് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആണ്. അത്യാവശ്യം അറ്റാക്കും ചെയ്യും. ഡിഫെൻസീവ്ലി ആൾ കൊടുക്കുന്ന സോളിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ടു ഗുഡ്. അതാണ്. പിന്നെ അതുപോലെ ആ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള റീസ് ജെയിംസിനുള്ള ബാക്കപ്പ് ആരാണ്? മാലോ ഗുസ്തോ ആണ്. സോ അവിടെയൊക്കെ ഡെപ്താണ് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മരസ്ക അത്യാവശ്യം നന്നായിട്ട് ഗെയിം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, മരസ്ക പ്രോപ്പറായിട്ട് ഗെയിം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ നല്ലൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അതാണ്. അതായത് ചെൽസി ഇങ്ങനെ ജസ്റ്റ് ഒരു ടോപ്പ് ഫോറിന് വേണ്ടി പോകുന്നല്ല. എനിക്ക് തോന്നുന്നത് അവരൊരു ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഇത് ഞാൻ സീസണ് മുന്നേ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് പറയുന്നത്. അവരൊരു പൊട്ടൻഷ്യൽ ടൈറ്റിൽ കണ്ടന്റർ ആവാനുള്ള സാധ്യതയുണ്ട്. ദിസ് ചെൽസി ടീം ലുക്സ് റിയലി സ്കാരി. അതാണ്. അപ്പം അവിടെ എടുത്തു പറയേണ്ടത് അവരുടെ മുതലാളിമാരെ തന്നെയാണ്. അവരൊരുപാട് പൈസ സ്പെൻഡ് ചെയ്തു, കയ്യും കണക്കില്ലാതെ പൈസ സ്പെൻഡ് ചെയ്തു. അത് നമ്മൾ ഒരുപാട് ട്രോളി, നമ്മൾ മാത്രമല്ല ഫാൻസും എല്ലാവരും ട്രോളിയിട്ടുണ്ട്. കാരണം കുറേ പ്ലേയേഴ്സിനെ എന്തിനോ വേണ്ടി വാങ്ങുന്ന കണ്ടപ്പം നമ്മളെല്ലാവരും ട്രോളിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെൽസി ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലേയേഴ്സിനൊക്കെ അവർ കൃത്യമായിട്ട് മറച്ചു വിറ്റു എന്നുള്ളതാണ്. അക്കാഡമിയിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സിനെ ആണെങ്കിലും അവർ വാങ്ങിയ പ്ലേയേഴ്സിനൊക്കെ ആണെങ്കിൽ തന്നെ അവർ തരക്കേടില്ലാത്ത ലാഭത്തിൽ മറിച്ച് വെക്കുന്നുണ്ട്. മധുക്കേനൊക്കെ അവർ വിറ്റു. വാങ്ങാൻ ആഴ്സണലുണ്ട്. മധുക്കെ ആഴ്സണലെത്തി. സോ അവിടെ സെല്ല് ചെയ്യാൻ ഇരിക്കുന്ന ആരൊക്കെയാണ് അതൊക്കെയൊന്നും അറിയണം. അവരെന്ത് സൂപ്പറായിട്ടാണ് സെല്ല് ചെയ്യുന്നത്. അത് ഏത് ടീമും കണ്ടുപഠിക്കേണ്ടതാണ്. ഇപ്പോൾ ബാഴ്സൻ്റെ സൈഡാണെങ്കിലും ഏത് സൈഡാണെങ്കിലും കണ്ടുപഠിക്കേണ്ടതാണ് ചെൽസി എങ്ങനെ പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യുന്നുള്ളത്. അവരെ പിടിച്ചിട്ട് ഇവിടെ കൊടുന്നിരുത്തണം. അതാണ് ചെയ്യേണ്ടത്. സൂപ്പർ ടീമാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ അവരുടെ ട്രാൻസ്ഫേഴ്സൊക്കെ പെർഫെക്റ്റ് ആണ്. അവരെ ഒരു പൊട്ടൻഷ്യൽ പ്രീമിയർ ലീഗ് കണ്ടന്ററിലേക്കൊക്കെ ഉയർത്താൻ പറ്റുന്ന തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ അങ്ങോട്ട് വർക്കാവണം. കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവസരം കാത്തു കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജറിനാണ് മരസ്ക ആർക്കും ചാൻസ് കൊടുക്കാത്തത്. മരസ്ക എല്ലാവർക്കും ചാൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ്. ചില സമയത്ത് ബ്ലണ്ടേഴ്സ് കാണിക്കും. ഈ ഒരു സീസണിൽ ബ്ലണ്ടേഴ്സ് ഒന്നും കാണിക്കൂല എന്ന് ചെൽസി ഫാൻസ് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗർനാച്ചോ വരാനുണ്ട്. ഗർനാച്ചോ ഒന്ന് അലമ്പാക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഗർനാച്ചോൻ്റെ കാര്യത്തിൽ ചെൽസി കൃത്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ നടത്തിയിട്ടുണ്ട്. ആ ചെക്കുകൾ പ്രകാരം അവർക്ക് വേറൊരു പ്രശ്നക്കാരനെല്ലാം തോന്നിയിട്ടുണ്ട് എന്നാണ് ചെൽസി ഫാൻസ് എല്ലാം പറയുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ട്സും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെൽസി നടത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. എന്തായാലും ഗർനാച്ചോ വരാൻ സാധ്യതയുള്ള പ്ലെയറാണ്.
പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ അവർ ഗർണാച്ചോനെ കൊണ്ടുവരണ്ട എന്നുള്ളതാണ്. കൊണ്ടുവരാണെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. ചില ചെൽസി ഫാൻസ് തന്നെ പറയുന്നത് ഇതൊരു സൂപ്പർ വിൻഡോ ആണ്, ഇനിയിപ്പോൾ ഗർണാച്ചോനെ കൊടുത്തിട്ട് ഈ ഒരു വിൻഡോ റൂയിൻ ചെയ്യേണ്ടെന്ന് അവർ പറയുന്നത്. അതാണ് ഗർണാച്ചോനെ കുറിച്ചുള്ള എല്ലാവരുടെ അഭിപ്രായം. ചിലപ്പോൾ ഗർണാച്ചോ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആവാം, അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എനിവേ, യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി യങ്ങസ്റ്റ് സ്ക്വാഡാണ് ചെൽസിൻ്റെത്. യങ് ബ്ലഡ്സ് ആണ് എല്ലാം. വന്ന ജോറൽ ഹാറ്റോ വരെ യങ് ബ്ലഡ്സ് ആണ്. ഈ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പ്രീമിയർ ലീഗ് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു സൈഡ് തന്നെയാണ് ചെൽസി. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ചെൽസി സൈഡിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ കുറേ പ്ലേയേഴ്സിനൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. പ്ലേയേഴ്സിനെ കുറിച്ച് പറയാമെന്നുള്ള അല്ല ഉദ്ദേശം, ജസ്റ്റ് ഈ ടീം ഹൗ ഗുഡ് ഈസ് ദിസ് ചെൽസി എന്ന് പറയാനായിരുന്നു ഉദ്ദേശം. അത് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.